തിരയിലക്കം നാടുണർത്തുന്നു. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത തൊഴിലാളി സംഘടനകൾ പ്രഖ്യാപിച്ച 48 മണിക്കൂർ പണിമുടക്ക് രാജ്യത്ത് പുരോഗമിക്കുകയാണ്. പശ്ചിമബംഗാളിൽ ഇടതു സംഘടനകൾ നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായെങ്കിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ പൊതുപണിമുടക്ക് പൂർണ്ണമാണ്. വിവരങ്ങളുമായി ഇപ്പോൾ ഹരീഷ് ചേരുകയാണ്. ഹരീഷ്, ഇന്ന് പാർലമെന്റിലേക്ക് മാർച്ചും നടത്താനിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നിലവിലത്തെ സ്ഥിതി എന്താണ്? ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെ? ചീന 1991 ശേഷമുള്ള ദ്വിദിന പണിമുടക്ക് രാജ്യത്ത് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇന്ന് അവർ അർദ്ധരാത്രിയോട് കൂടി തന്നെ പണിമുടക്ക് അവസാനിക്കും. ഈ പണിമുടക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയാനുള്ളത് ഇത് സ്വമേധയാ ജനങ്ങൾ ഏറ്റെടുത്ത അല്ലെങ്കിൽ ജീവനക്കാരെല്ലാവരും തന്നെ ഏറ്റെടുത്ത ഒരു സമരം തന്നെയാണ്, പണിമുടക്ക് തന്നെയാണ്. കാരണം ഇത് ജനങ്ങളുടെ വിഷയം തന്നെയായിരുന്നു. കാരണം പ്രധാനപ്പെട്ട 12 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടക്കുന്ന ഈ പണിമുടക്കിൽ തന്നെ ജനങ്ങൾ തൊഴിലാളികൾ ഒരേ സ്വരത്തിൽ പറയുന്നു, ഇങ്ങനെ 12 ആവശ്യങ്ങൾ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നു. പ്രധാനമായി മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ എന്ന് പറയുന്നത് മിനിമം വേതനം 18,000 രൂപയാക്കുക, അതുപോലെ തന്നെ പെൻഷൻ തുക 3,000 രൂപയാക്കി ഉയർത്തുക എന്നിങ്ങനെയുള്ള 12 സാധാരണ ജീവനക്കാർക്ക് അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാൻ വേണ്ട ഉപജീവനത്തിന് വേണ്ട ആവശ്യങ്ങൾ മാത്രമേ ഇവർ ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ. എന്നാൽ ഈ വിഷയത്തിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള സംയുക്ത ട്രേഡ് യൂണിയൻ എല്ലാവരും ചേർന്നുള്ള പാർലമെന്റ് മാർച്ച് ഇന്ന് രാവിലെ 11 മണിക്കായിരിക്കും സെൻട്രൽ മന്ദിറിൽ വെച്ച് നടക്കുക. പാർലമെന്റിലേക്കാണ് മാർച്ച് സംഘടിപ്പിക്കുന്നത്. നിരവധി പേർ റാലിയിൽ പങ്കെടുക്കും. കാരണം രാജ്യത്തുള്ള 20 കോടി ജനങ്ങൾ തന്നെ ഈ പണിമുടക്കിൽ അണിനിരക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി തന്നെ നിരവധി പേർ സംയുക്ത ട്രേഡ് യൂണിയൻ എല്ലാവരും ഒന്നിച്ചാണ് ഈ പണിമുടക്കിൽ തന്നെ പണിമുടക്കുമായി ബന്ധപ്പെട്ട് ഇന്ന് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നത്. കേന്ദ്ര ട്രേഡ് യൂണിയന് പുറമെ സംസ്ഥാനങ്ങളിലുള്ള പല ട്രേഡ് യൂണിയനുകൾ, സംസ്ഥാനങ്ങളിലെ ചെറുകിട ട്രേഡ് യൂണിയൻ അടക്കമുള്ള എല്ലാവരും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ പ്രതിഷേധ പരിപാടി 11 മണിക്ക് ആരംഭിക്കും. ഇന്ന് പ്രത്യേകിച്ച് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും തന്നെ ഒരു അനിഷ്ട സംഭവം തന്നെ റിപ്പോർട്ട് ചെയ്തില്ല. കാരണം ഇന്നലെ ഹൈവേ തടയുന്ന അവസ്ഥയുണ്ടായിരുന്നു ഒഡീഷയിൽ. പക്ഷെ അവരെ തന്നെ അപ്പോഴെ തന്നെ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷെ എന്തായാലും ഇന്നലെ തന്നെയായിരുന്നു പശ്ചിമ ബംഗാളിൽ CPM പ്രവർത്തകർ നടത്തിയ മാർച്ചിലേക്ക് തൃണമൂൽ പ്രവർത്തകർ ആക്രമിച്ച് കരുതി അവരെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെ അനിഷ്ട സംഭവം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ എന്തായാലും പണിമുടക്ക് ശക്തമായി തന്നെ തുടരുകയാണ്. ദില്ലി ഔട്ടർ ദില്ലി ഭാഗങ്ങളിലാണ് പ്രധാനമായും വ്യവസായ നഗരങ്ങൾ. അവിടെ എല്ലാം തന്നെ തൊഴിലാളികൾ ശക്തമായി തന്നെ പ്രതിഷേധിക്കുന്നുണ്ട്. രാജ്യത്തെ വ്യവസായ മേഖലയിലുള്ള 70% തൊഴിലാളികൾ ഇന്നലെ പണിമുടക്കിൽ അണിനിരുന്നു എന്നാണ് ഔദ്യോഗിക കണക്കുകൾ പുറത്തു വന്നത്. കൽക്കരി മേഖലയും അതുപോലെ തന്നെ ബാങ്കിംഗ് മേഖല, അധ്യാപക സംഘടന എന്നിവയെല്ലാം തന്നെ ശക്തമായി തന്നെ പ്രതിഷേധിക്കുന്നു. കാരണം ഈ ആവശ്യങ്ങളെല്ലാം തന്നെ സാധാരണ ജനങ്ങളുടെ ഒബ്ജക്റ്റീവായിട്ടുള്ള ആവശ്യങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ശക്തമായി തന്നെ പണിമുടക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതും. എന്തായാലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ തന്നെ ഒരു സമ്മിശ്ര പ്രതികരണമാണ് ഈ വിഷയത്തിൽ പണിമുടക്കിൽ ഉണ്ടായിരിക്കുന്നതെങ്കിലും പക്ഷെ വടക്കുകിഴക്കൻ സംസ്ഥാനമായ സപ്തനദി എന്നറിയപ്പെടുന്ന ആസാം, അരുണാചൽ പ്രദേശ്, മിസോറാം അടക്കമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും നല്ല രീതിയിൽ പണിമുടക്ക് പുരോഗമിക്കുകയാണ്. ഇപ്പോഴും അവിടെ പണിമുടക്ക് ശക്തമായി തന്നെ തുടരുന്നു. ഇന്ന് അർദ്ധരാത്രിയോട് കൂടി തന്നെ പണിമുടക്ക് അവസാനിക്കും. വിവിധ ട്രേഡ് യൂണിയനൊപ്പം തന്നെ സംസ്ഥാനങ്ങളിലുള്ള ചെറിയ ട്രേഡ് യൂണിയനെല്ലാം തന്നെ സംയുക്തമായി തന്നെയാണ് ഇന്നത്തെ പാർലമെന്റ് മാർച്ച് നിശ്ചയിച്ചിരിക്കുന്നത്. രാവിലെ 11 മണിക്കൂർ കൂടി തന്നെ പാർലമെന്റ് മാർച്ച് ജന്തർ മന്ദിറിലേക്ക് നടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ജീന, ശരി, ദില്ലിയിൽ നിന്നും ഹരീഷാണ് നൽകിയത്. സംയുക്ത ട്രേഡ് യൂണിയന്റെ പണിമുടക്ക് 2ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇനി കേരളത്തിലെ പണിമുടക്ക് ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത് എന്ന് സംബന്ധിച്ച വിവരങ്ങളാണ് ലഭ്യമാകേണ്ടത്. ഇപ്പോൾ കൊച്ചിയിൽ നിന്നും സിബി ജോസഫ് ചേരുകയാണ്. സിബി, എങ്ങനെയാണ് പണിമുടക്ക് പൂർണ്ണമാണോ? സമാധാനപരമായ അന്തരീക്ഷമാണോ അവിടെ നിലനിൽക്കുന്നത്? ട്രെയിൻ തടയൽ അടക്കമുള്ള സംഭവ വികാസങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. നിലവിലുള്ള സ്ഥിതി എങ്ങനെയാണ്? മധ്യകേരളത്തിലും ദേശീയ പണിമുടക്ക് പൂർണ്ണവും സമാധാനവുമായി മുന്നോട്ട് പോകുന്നു. ഇതുവരെയും മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഏതായാലും ദേശീയ പണിമുടക്കുകൊണ്ട് തൊഴിലാളികൾ ഒന്നടങ്കം പൂർണ്ണമായും സഹകരിക്കുന്ന ഒരു മനോഭാവമാണ് ഈ മണിക്കൂറിൽ വരെയും ഉള്ളത്. ഇന്നലെ മുതൽ തന്നെ പ്രത്യേകിച്ച് കൊച്ചി വ്യവസായ മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഈ തുറമുഖം, അതുപോലെ തന്നെ വ്യവസായ സ്ഥാപനങ്ങൾ, FICT, ഇൻഫോ പാർക്ക്, അതോടൊപ്പം തന്നെ കൊച്ചിൻ റിഫൈനറി ഉൾപ്പെടെ നിരവധി വ്യവസായ സ്ഥാപനങ്ങളെല്ലാം തന്നെയും തൊഴിലാളികൾ പൂർണ്ണമായും പണി മുടക്കിക്കൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്നത്. ഇന്ന് സ്വകാര്യ ബസ്സുകളും അതോടൊപ്പം തന്നെ KSRTC ബസ്സുകളും ഇന്നും സർവീസ് നടത്തുന്നില്ല. ജീവനക്കാരെല്ലാം തന്നെയും സമരത്തിൽ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇരുചക്ര വാഹനങ്ങളും സ്വകാര്യ വാഹനങ്ങളുമായിട്ടാണ് ജനങ്ങൾ നിരത്തിലിറങ്ങുന്നത്. കടകമ്പോളങ്ങൾ, പ്രത്യേകിച്ച് ഈ സംഘടിതമായ തൊഴിലാളികൾ ഉള്ള കടകമ്പോളങ്ങളും തന്നെയും തുറന്നിട്ടില്ല. എന്നാൽ ഭൂരിപക്ഷം കടകളും മറ്റും തുറന്നിട്ടുമുണ്ട്. പക്ഷേ എങ്കിൽ പോലും പൊതുവെ തൊഴിലാളികളെല്ലാം തന്നെയും ഈ ദേശീയ പണിമുടക്കിനോട് പൂർണ്ണമായും പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു
സഹകരണമാണ് ഉള്ളത്. ഇന്നലെ വിദ്യാഭ്യാസ സ്ഥാപനമല്ല തന്നെയും ഇന്നലെയും ഇന്നുമായും തുറന്ന് പ്രവർത്തിച്ചില്ല. സർക്കാർ ഓഫീസുകളിലും ഈ ഹാജർ വളരെ കുറവാണ്. ജില്ലാ കളക്ടറേറ്റ് മറ്റും ഇന്നലെ 8 പേർ മാത്രമാണ് ഇന്നലെ എത്തിയത്. ജില്ലാ പഞ്ചായത്തും ഉൾപ്പെടെ പൂർണ്ണമായും സ്തംഭിക്കുന്ന സ്ഥിതിയായിരുന്നു. മറ്റു സർക്കാർ ഓഫീസുകളിലെല്ലാം തന്നെ സ്ഥിതിയും ഇതുപോലെ തന്നെയാണ്. പ്രത്യേകിച്ച് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ പ്രീപെയ്ഡ് ടാക്സികൾ പോലും സർവീസ് നടത്താതെ ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഹർത്താലിൽ പോലും പ്രീപെയ്ഡ് ടാക്സി വാഹനങ്ങൾ ഈ സമരത്തോട് ഹർത്താലിൽ പോലും ഇവരെല്ലാം തന്നെയും സർവീസ് നടത്താറുണ്ട്. എന്നാൽ ഈ ഒരു സമരത്തോട് പൂർണ്ണമായി പിന്തുണയാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതോടൊപ്പം തന്നെ മറ്റ് റെയിൽവേ സ്റ്റേഷനിലെല്ലാം തന്നെയും ഇന്നലെ തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിൽ ഒരു 10 മിനിറ്റോളം ട്രെയിൻ തടഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ കേന്ദ്ര ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ റെയിൽവേയിലെ ഒരു പ്രതിഷേധം തീർത്തുകൊണ്ട് തന്നെ തൊഴിലാളികൾ ഒരു വലിയ കേന്ദ്ര സർക്കാരിനെതിരെ ഒരു വലിയ പ്രതിഷേധം തീർത്തിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ കളമശ്ശേരിയിലും അതോടൊപ്പം തന്നെ എറണാകുളത്തും അതുപോലെ തന്നെ ആലുവയിലുമായി ട്രെയിൻ തടഞ്ഞുകൊണ്ട് തൊഴിലാളികൾ ഒന്നടങ്കം പ്രതിഷേധിച്ചിരുന്നു. ഇങ്ങനെ നിരവധി ഇടങ്ങളിലാണ് പ്രധാന കേന്ദ്രമെല്ലാം തന്നെയും മധ്യ കേരളത്തിൽ നിരവധി ഇടങ്ങളിലാണ് ട്രെയിൻ തടഞ്ഞുകൊണ്ട് പ്രതിഷേധിച്ചത്. അതോടൊപ്പം തന്നെ മറ്റ് വ്യവസായ സ്ഥാപനങ്ങൾ അതോടൊപ്പം തന്നെ മറ്റു സർക്കാർ ഓഫീസുകളെല്ലാം തന്നെയും പൂർണ്ണമായി സ്തംഭിച്ച സാഹചര്യമാണുള്ളത്. എന്തായാലും ഈ പണിമുടക്കിനോട് ദേശീയ പണിമുടക്കിനോട് പൂർണ്ണമായും സഹകരിച്ചുകൊണ്ടാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. കടകമ്പോളെല്ലാം തന്നെയും വളരെ ഭാഗ്യമായിട്ട് മാത്രമേ തുറന്നിട്ടുള്ളൂ. മറ്റ് അന്വേഷണ സംഭവം തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പമ്പയിലേക്കും ശബരിമലയിലേക്കുമുള്ള KSRTC സർവീസുകൾ മാത്രമേ സർവീസ് ഇപ്പോഴും നടത്തുന്നുള്ളൂ. എന്നാൽ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കാത്ത രീതിയിലുള്ളൊരു പണിമുടക്ക് തന്നെയാണ് ഉള്ളത്. സ്വയം തൊഴിലാളികൾ വിട്ടുനിന്നുകൊണ്ടാണ് പൂർണ്ണമായും സഹകരിക്കുന്നത്. ടാക്സി മേഖലയും അതോടൊപ്പം തന്നെ മറ്റ് തൊഴിലാളി മേഖലയെല്ലാം തന്നെയും ഈ എല്ലാ കൈത്തറി അതുപോലെ തന്നെ കർഷകർ അതോടൊപ്പം തന്നെ ഈ മത്സ്യബന്ധന മേഖലയെല്ലാം തന്നെയും പൂർണ്ണമായും സ്തംഭിച്ച ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ഒരു വലിയ പ്രതിഷേധം തന്നെയാണ് മധ്യ കേരളത്തിലും ഉണ്ടായിരിക്കുന്നത്. ആലപ്പുഴ, ഇടുക്കി, കോട്ടയം, തൃശ്ശൂർ മേഖലയിലും സ്ഥിതി സമാനം തന്നെയാണ്. ആലപ്പുഴയിൽ അല്പസമയത്തിനകം തന്നെ നഗരത്തിലൂടെ പ്രതിഷേധ പ്രകടനം നടത്തും. അതോടൊപ്പം തന്നെ ജലഗതാഗത വകുപ്പിൻ്റെ ബോട്ടുകൾ തന്നെ സർവീസ് നടത്തുന്നില്ല. വിനോദസഞ്ചാര മേഖലയെല്ലാം തന്നെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. കോട്ടയത്തും ഇടുക്കിയിലും തൃശ്ശൂരിലും സമാനമായ സാഹചര്യമാണുള്ളത്. എന്തായാലും മറ്റ് അനിഷ്ട സംഭവങ്ങൾ അക്രമമൊന്നും ഉണ്ടായിട്ടില്ല. നമുക്കറിയാം BJPയുടെ ഹർത്താൽ കഴിഞ്ഞ ദിവസം വെച്ചപ്പോൾ തന്നെ ഈ ഹർത്താലിൽ വരക്കെ അക്രമവും അതോടൊപ്പം തന്നെ ജനജീവിതം ദുസ്സഹമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇത് തൊഴിലാളികൾ സ്വയം വിട്ടുനിന്നുകൊണ്ട് ഈ ദേശീയ പണിമുടക്കുകൊണ്ട് പൂർണ്ണമായി പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു സ്ഥിതിയാണ് മധ്യ കേരളത്തിലും ഉള്ളത്. തീർച്ചയായും സംയുക്ത ട്രേഡ് യൂണിയന്റെ പണിമുടക്ക് 2ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ സമാധാനപരമായ അന്തരീക്ഷമാണ് മധ്യ കേരളത്തിൽ നിന്നും ലഭ്യമാകുന്നത്. ഇപ്പോൾ മലബാറിലെ വിശേഷങ്ങളുമായി കോഴിക്കോട് നിന്നും AK ലതീഷാണ് ഇപ്പോൾ ചേരുന്നത്. ലതീഷ്, എങ്ങനെയാണ് മലബാറിലെ പൊതുവായിട്ടുള്ള ചിത്രം? എങ്ങനെയാണ് പണിമുടക്ക് ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? മലബാറിൽ പണിമുടക്ക് ദേശീയ പണിമുടക്ക് 2ാം ദിവസവും പൂർണ്ണമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. KSRTCയും സ്വകാര്യ ബസ്സുകളും ഒന്നും തന്നെ ഇന്നും സർവീസ് നടത്തുന്നില്ല. അധ്യാപകരും ജീവനക്കാരും പണിമുടക്കിന്റെ ഭാഗമാകുന്നതോടെ ഇന്നും സ്കൂളുകളുടെയും സർക്കാർ ഓഫീസുകളുടെയും പ്രവർത്തനത്തെ സാരമായി തന്നെ ബാധിക്കും. ഇന്നലെ സ്കൂളുകളൊന്നും പ്രവർത്തിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു നിലവിലുണ്ടായിരുന്നത്. സർക്കാർ ഓഫീസുകളിൽ ഹാജർ നില നന്നേ കുറവായിരുന്നു. പണിമുടക്കിയ തൊഴിലാളികൾ ഇന്നും വിവിധ ജില്ലകളിൽ വിവിധ കേന്ദ്രങ്ങളിലായി പ്രകടനവും അതേപോലെ തന്നെ ധർണയും സത്യാഗ്രഹവും അടക്കമുള്ള സമരപരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. ആദ്യ ദിവസത്തേതിന് സമാനമായ സാഹചര്യം തന്നെയാണ് മലബാറിലെ എല്ലാ ജില്ലകളിലും ഇന്നും കാണുന്നത്. വയനാട്ടിലെയും അതേപോലെ തന്നെ പാലക്കാട്ടെയും തോട്ടം മേഖലയിലും ഇന്നും പണിമുടക്ക് പൂർണ്ണമാണ്. കഞ്ചിക്കോട് വ്യവസായ മേഖലയിലും പണിമുടക്കിൽ അത് കഞ്ചിക്കോട് വ്യവസായ മേഖല പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇന്നലത്തേതിന് സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് ഇന്നും നിലനിൽക്കുന്നത്. കോഴിക്കോട് വ്യാപാരി വ്യവസായ ഏകോപന സമിതി കടകൾ തുറക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഇന്നലെ വളരെ കുറച്ച് കടകൾ മാത്രമാണ് മിഠായി തെരുവിൽ തുറന്ന് പ്രവർത്തിച്ചത്. ഇന്നലെ തുറന്ന കടകളെങ്കിലും ഇന്നും തുറക്കുമെന്ന് തന്നെയാണ് വ്യാപാരികളുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. നിർബന്ധിച്ച് കടകൾ അടപ്പിക്കുകയോ വാഹനങ്ങൾ തടയുകയോ ഇല്ല എന്ന് പണിമുടക്ക് സംഘടനകൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയ ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറങ്ങുന്ന ഒരു നിലയുണ്ടായത്. ചിലയിടങ്ങളിലെങ്കിലും കടകൾ തുറന്നു പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായത്. ഇന്നും ഇരുചക്ര വാഹനങ്ങളും ഒപ്പം വളരെ കുറച്ച് സ്വകാര്യ വാഹനങ്ങളും മാത്രമാണ് ഇതിനകം നിരത്തിലിറങ്ങിയത്. കൂടുതൽ സ്വകാര്യ വാഹനങ്ങൾ ഇന്ന് നിരത്തിലിറങ്ങുമെന്ന് തന്നെയാണ്
ചില കേന്ദ്രങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇന്നലെ വൈകിട്ട് കൂടുതൽ സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാസർഗോഡ്, അതേപോലെ തന്നെ കണ്ണൂർ, വയനാട്, കോഴിക്കോട്, പാലക്കാട്, മലപ്പുറം തുടങ്ങിയ മലബാറിലെ 6 ജില്ലകളിലും പണിമുടക്ക് പൂർണ്ണമാണ്. തൊഴിൽ മേഖല പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. എല്ലാ ചെറുകിട തൊഴിൽശാലകളും അതേപോലെ തന്നെ വൻകിട തൊഴിൽശാലകളിലുമെല്ലാമുള്ള തൊഴിലാളികൾ ഒറ്റക്കെട്ടായി പണിമുടക്കിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന അല്ലെങ്കിൽ പണിമുടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. പൊതുജനങ്ങളും പൊതുവെ ഈ പണിമുടക്കിനോട് ആഭിമുഖ്യം കാണിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരമൊരു ദേശീയ പണിമുടക്കിന് 10 ദേശീയ ട്രേഡ് യൂണിയൻ സംഘടനകൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പണിമുടക്കിൽ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ന്യായമാണ് എന്നുള്ളൊരു ബോധ്യം പൊതുജനത്തിനുമുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുപണിമുടക്കിനോട് പൊതുവെ ജനങ്ങൾ സഹകരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് മലബാറിലെ 6 ജില്ലകളിൽ നിന്നും കാണാൻ കഴിയുന്നത്. വളരെ സമാധാനപരമായാണ് 2ാം ദിനവും പണിമുടക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും മലബാറിൽ 2ാം ദിനവും സമാധാനപരമായ രീതിയിലാണ് പണിമുടക്ക് പുരോഗമിക്കുന്നത്. KSRTCയും സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തുന്നില്ല. ഇനി തെക്കൻ ജില്ലയിലെ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ഷീജയാണ് ചേരുന്നത്. ഷീജ, നിലവിലെ സ്ഥിതി എങ്ങനെയാണ്? ട്രെയിൻ തടയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറങ്ങുന്നുണ്ടോ? ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും ജീന, ഈ ദ്വിദിന പണിമുടക്ക്, ദേശീയ പണിമുടക്ക് ഇന്നിപ്പോൾ 2ാം ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഏതായാലും തെക്കൻ കേരളത്തിൽ ഈ പണിമുടക്ക് പൂർണ്ണമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആദ്യ ദിവസത്തിന് തുല്യമായ രീതിയിൽ തന്നെ പ്രധാനമായും സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലേക്ക് ഇറങ്ങുന്നത്. മറ്റു വാഹനങ്ങൾ ഒന്നും തന്നെ നിരത്തിലിറങ്ങുന്നില്ല. KSRTC സർവീസ് നടത്തുന്നില്ല, സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നില്ല. ആ രീതിയിലുള്ള സർവീസുകൾ ഒന്നും തന്നെയില്ല. ഒപ്പം തന്നെ മറ്റൊന്ന് എടുത്തു പറയേണ്ടത് ട്രെയിൻ ഗതാഗതത്തെ കുറിച്ചായിരുന്നു. ട്രെയിൻ ഗതാഗതത്തെ കുറിച്ച് പറയുമ്പോൾ രാവിലെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്ന 2 ട്രെയിനുകളാണ് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലുള്ളവർ സമരാനുകൂലികൾ തടഞ്ഞത്. പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയം, അതിനെതിരെയാണ് ഈ ഒരു ദ്വിദിന പണിമുടക്ക് എന്ന് പറയുന്നത്. അതിന്റെ ഒരു വികാരം തന്നെയായിരുന്നു പ്രധാനമായും ഈ തൊഴിലാളി യൂണിയന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഏതായാലും ഇവിടെ ഈ സംയുക്ത സമരസമിതിയുടെ സമരപന്തലിൽ വിവിധ പരിപാടികളും ഇതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുകയുമാണ്. അല്പസമയത്തിനകം തന്നെ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഈ സമരപന്തലിലേക്ക് എത്തുന്നതായിരിക്കും. മറ്റൊന്ന് എടുത്തു പറയേണ്ടത് കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടക്കുകയാണ് എന്നുള്ളത് തന്നെയാണ്. ആ രീതിയിലുള്ളൊരു സംയുക്തമായി എല്ലാവരും പിന്തുണച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു പണിമുടക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അത്രത്തോളം ഗുരുതരമായ പ്രതിസന്ധിയിലൂടെയാണ് ഈ ജനങ്ങളും തൊഴിലാളി വിഭാഗവും കടന്നു പോകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ രീതിയിൽ വലിയ കടകൾ മുതൽ അതോടൊപ്പം തന്നെ തട്ടുകടകൾ വരെയുള്ളവർ ഒരേ സ്വരത്തിലാണ് ഐക്യദാർഢ്യം ഈ ഒരു പണിമുടക്കിനോട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ രീതിയിൽ തന്നെയാണ് ഇന്നും നമുക്ക് ആദ്യ ദിനത്തിൻ്റെ തുല്യമായ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നത്. നിരത്തുകളിൽ പൊതുനിരത്തിൽ ഇപ്പോൾ സ്വകാര്യ വാഹനങ്ങൾ കുറച്ച് ഇറങ്ങി തുടങ്ങിയിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. രാവിലെ ആ രീതിയിലൊരു സ്വകാര്യ വാഹനങ്ങൾ പോലും കൂടുതലായി ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ സ്വകാര്യ വാഹനങ്ങൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്നുണ്ട് എന്നുള്ളത് പറയേണ്ടതാണ്. മറ്റൊന്ന് സ്കൂളുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ ഒക്കെ തന്നെ അടഞ്ഞുകിടക്കുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത്. കാരണം ആ രീതിയിൽ എല്ലാവരും ഒറ്റക്കെട്ടായി തെക്കൻ കേരളത്തിലും ഈ ഒരു സമരത്തെ അനുകൂലിക്കുന്ന നിലപാട് തന്നെയാണ് എല്ലാവരും സ്വീകരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ തെക്കൻ കേരളത്തിൽ നിന്നും റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത്. തീർച്ചയായും വലിയ ജനപങ്കാളിത്തം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ചില സ്വകാര്യ വാഹനങ്ങൾ പൊതുനിരത്തിൽ ഇറങ്ങിയതായിട്ടുള്ള റിപ്പോർട്ടുകളും വരുന്നു. മടങ്ങിവരാം ഒരു ഇടവേളയ്ക്ക് ശേഷം. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച കാർ മറിഞ്ഞ് ഭക്തൻ മരിച്ചു. ആന്ധ്രാപ്രദേശ് സ്വദേശി വി കൃഷ്ണനാണ് മരണപ്പെട്ടത്. പരിക്കേറ്റ 3 പേരെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇടുക്കി ഏലപ്പാറയ്ക്ക് സമീപം പള്ളിക്കുന്നിൽ ഇന്ന് പുലർച്ചെയാണ് ആന്ധ്രയിൽ നിന്നുള്ള സംഘം അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ ഉറങ്ങിയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ശബരിമല തീർത്ഥാടനത്തിന്റെ ഭാഗമായി എരുമേലി വാവർപള്ളി സന്ദർശനത്തിന് സ്ത്രീകൾക്ക് വിലക്കില്ല. വാവർപള്ളിയുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നത് വ്യാജ വാർത്തകളാണ്. യുവതീ പ്രവേശന വിധിക്ക് മുൻപോ ശേഷമോ വാവർപള്ളിയിൽ ഒരു തരത്തിലുമുള്ള നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടില്ലെന്നും മഹല്ല് കമ്മിറ്റി വ്യക്തമാക്കി. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ സുപ്രീംകോടതി വിധി വരുന്നതിനും വളരെ കാലം മുമ്പേ തന്നെ വാവരുപള്ളിയിൽ സ്ത്രീകൾ എത്താറുണ്ടായിരുന്നു. പള്ളിക്കുള്ളിൽ കയറി വലം വച്ച ശേഷമാണ് തീർത്ഥാടകർ പമ്പയ്ക്ക് പോയിരുന്നത്. മസ്ജിദിൽ സന്ദർശനത്തിന് സ്ത്രീകൾക്ക് വിലക്കില്ലെന്നും
സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ സന്ദർശനം നടത്താമെന്നും മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് PH ഷാജഹാൻ വ്യക്തമാക്കി. ലിംഗഭേദമന്യേ പ്രായഭേദമന്യേ എല്ലാ കാലത്തും എരുമേലി പള്ളിയിലും എരുമേലി അമ്പലത്തിലുമൊക്കെ സ്ത്രീകൾ പ്രവേശിക്കും. ആ പ്രവേശനത്തിന് എരുമേലി പള്ളിയിൽ നാളിതുവരെ ഒരു തടസ്സവും ഉണ്ടാക്കിയിട്ടുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുമെങ്കിൽ അത് അടിസ്ഥാനരഹിതമാണ്. വാവർ പള്ളിയിലെത്തുന്ന എല്ലാ വിശ്വാസികൾക്കും അവരുടെ വിശ്വാസത്തിനനുസരിച്ചുള്ള ആചാരാനുഷ്ഠാനങ്ങൾ തുടരാമെന്നിരിക്കെ വാവര് പള്ളിയുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നത് വ്യാജ വാർത്തകളാണ്. ശബരിമലയുടെ പ്രവേശന കവാടമായ എരുമേലിയിലെ ഈ പള്ളി മതമൈത്രിയുടെ ഈറ്റില്ലം കൂടിയാണ്. ഈ പള്ളിയെക്കുറിച്ച് ചില വ്യാജ പ്രചരണങ്ങൾ ഇപ്പോൾ നടക്കുകയാണ്. നാട്ടിൽ നിലനിൽക്കുന്ന മതമൈത്രി തകർത്ത് സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ശ്രമങ്ങളാണ് ഈ വ്യാജ പ്രചരണങ്ങൾക്ക് പിന്നിൽ. ക്യാമറാമാൻ സാംജിത് ആർപ്പുക്കരയോടൊപ്പം എരുമേലിയിൽ നിന്നും TP പ്രശാന്ത്. കോഴിക്കോട് പേരാമ്പ്രയിൽ വീടിന് നേരെ വീണ്ടും ബോംബേറ്. CPIM അനുഭാവിയായ എരവട്ടൂർ സ്വദേശി ശ്രീധരന്റെ വീടിന് നേരെയാണ് ബോംബെറിഞ്ഞത്. രാത്രി 1:30 നടന്ന ബോംബേറിൽ ജനൽച്ചില്ലുകളും വാതിലുകളും തകർന്നു. അക്രമത്തിന് പിന്നിൽ ആരാണെന്ന് വ്യക്തമായിട്ടില്ല. പേരാമ്പ്ര പോലീസും ബോംബ് സ്ക്വാഡും സ്ഥലത്ത് പരിശോധന നടത്തി. നിലവിൽ പേരാമ്പ്ര സ്റ്റേഷൻ പരിധിയിൽ പോലീസ് ആക്ട് പ്രകാരമുള്ള നിരോധനമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ മലബാർ ദേവസ്വം ബോർഡ് അംഗം ശശികുമാർ പേരാമ്പ്രയുടെയും CPIM പ്രവർത്തകൻ രാധാകൃഷ്ണന്റെയും വീടിന് നേരെ RSS ബോംബെറിഞ്ഞിരുന്നു. മുന്നാക്ക ജാതികളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സർക്കാർ ഉദ്യോഗങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും 10% സംവരണം ഏർപ്പെടുത്താനുള്ള ഭരണഘടനാ ഭേദഗതി ബിൽ ഇന്ന് രാജ്യസഭയിൽ. 3-നെതിരെ 323 വോട്ടുകൾക്ക് ബില്ല് ലോക്സഭയിൽ പാസായിരുന്നു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് കേന്ദ്രം ബില്ല് കൊണ്ടുവന്നതെന്ന് പ്രതിപക്ഷ പാർട്ടികളുടെയും ശിവസേനയും ആരോപിച്ചു. പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണ ലഭിച്ചാൽ ബില്ല് രാജ്യസഭയിലും പാസാകും. 5 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ 3-നെതിരെ 323 വോട്ടുകൾക്കാണ് സർക്കാർ ഉദ്യോഗങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും 10% സാമ്പത്തിക സംവരണം ഉറപ്പാക്കാനുള്ള 124ാം ഭരണഘടനാ ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസായത്. തൃണമൂൽ, TRS, LJP, BJD, NCP, RJD ഉൾപ്പെടെയുള്ള പാർട്ടികൾ ബില്ലിനെ പിന്തുണച്ചു. ബില്ലിന്റെ ഉള്ളടക്കത്തെ അനുകൂലിക്കുന്നുവെങ്കിലും ബിൽ സമഗ്രമാക്കാൻ JPCക്ക് വിടണമെന്ന് കോൺഗ്രസും CPIM-ഉം ആവശ്യപ്പെട്ടു. Joint Parliamentary Committee or Standing Committee, that more discussion, that more comprehensively this bill is passed in this House. Thank you. And without properly doing the homework, looking at the election manifesto, government is trying to bring even the parliament under pressure. This is something you are butchering Indian democracy. You are butchering Indian democracy. Where you are doing it, your sincerity being questioned. So my request is, please send it to JPC. ബില്ലിന്മേൽ ഉണ്ടാകാനിടയുള്ള നിയമപ്രശ്നം, സംവരണ മാനദണ്ഡങ്ങളിലെ പോരായ്മകൾ തുടങ്ങിയവ ചൂണ്ടിക്കാട്ടിയായിരുന്നു JPC ആവശ്യം പാർട്ടികൾ ഉന്നയിച്ചത്. എന്നാൽ പാർട്ടികൾ ബില്ലിനെ പിന്തുണച്ച് വോട്ട് ചെയ്തു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കേന്ദ്ര സർക്കാർ തിടുക്കത്തിലാണ് ബില്ല് കൊണ്ടുവന്നതെന്ന പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണത്തെ ശിവസേനയും ശരിവച്ചു. നാളിതുവരെ തൊഴിൽ സൃഷ്ടിക്കാതെ ഇനി തൊഴിൽ നൽകുമെന്ന് പറഞ്ഞു കൊണ്ടുവരുന്ന ബില്ലിന്റെ ഉദ്ദേശവും സഭയിൽ വിമർശിക്കപ്പെട്ടു. സംവരണത്തിലൂടെ എല്ലാവർക്കും തുല്യ അവസരം നൽകാനുള്ള ശ്രമമാണ് ബില്ലെന്നായിരുന്നു കേന്ദ്രത്തിന്റെ വിശദീകരണം. രാജ്യസഭയിൽ ബിൽ ഇന്ന് പരിഗണിക്കവേ പ്രതിപക്ഷ പാർട്ടികളുടെ കൂടി പിന്തുണ ലഭിച്ചാൽ രാജ്യസഭയിലും ബിൽ പാസാകും. ശരത് കെ ശശി, ന്യൂസ് ബ്യൂറോ, ദില്ലി. KPCC പുനഃസംഘടനയിൽ അന്തിമ തീരുമാനം ഇന്ന്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സമ്പൂർണ്ണ അഴിച്ചുപണി ഉണ്ടാകില്ല. നിലവിലെ ഭാരവാഹികളിൽ ഭൂരിഭാഗം പേരും തുടരാനാണ് സാധ്യത. നേതാക്കളെ വെട്ടിക്കുറയ്ക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന ഭയം സംസ്ഥാന നേതാക്കൾക്കുണ്ട്. AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്കുമായി KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും കൂടിക്കാഴ്ച നടത്തും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് പുനഃസംഘടന പൂർത്തിയാക്കാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം. ജനറൽ സെക്രട്ടറിമാരുടെ എണ്ണം പരമാവധി കുറയ്ക്കണമെന്നായിരുന്നു KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ നിലപാട്. എന്നാൽ ഈ തീരുമാനം സംസ്ഥാനത്തെ പല നേതാക്കൾക്കിടയിലും ശക്തമായ വിയോജിപ്പുണ്ടാക്കിയിട്ടുണ്ടെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സമ്പൂർണ്ണ അഴിച്ചുപണി വേണ്ടെന്നാണ് തീരുമാനം. സമ്പൂർണ്ണ അഴിച്ചുപണി അപ്രായോഗികമെന്ന നിലപാടിലാണ് AI ഗ്രൂപ്പുകളും. KPCC പ്രസിഡന്റ് താല്പര്യമുള്ള ചിലരെ കൂടി ഉൾപ്പെടുത്തി തൽക്കാലം പുനഃസംഘടന സാധ്യമാവട്ടെ എന്ന നിലപാടിനോട് ഇരു ഗ്രൂപ്പുകളും യോജിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഈ സാഹചര്യത്തിൽ നിലവിലെ 12 ജനറൽ സെക്രട്ടറിമാരിൽ കാര്യമായ മാറ്റമുണ്ടാകില്ല. വർക്കിംഗ് പ്രസിഡന്റ്മാർ ഉള്ളതിനാൽ ഉപാധ്യക്ഷന്മാരെ നിയമിക്കാൻ കഴിയില്ല. ആയതിനാൽ പുതുതായി 3 ജനറൽ സെക്രട്ടറിമാരെ കൂടി നിയമിക്കും. നിലവിലെ 30ഓളം സെക്രട്ടറിമാരിൽ ഭൂരിഭാഗം പേരും തുടരും. അതേസമയം പ്രവർത്തന മികവില്ലാത്തവരെ ഒഴിവാക്കണമെന്ന നിലപാടിലാണ് കേന്ദ്ര നേതൃത്വം. മുൻ DCC പ്രസിഡന്റുമാർക്ക് അവസരം ലഭിച്ചേക്കും. KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി എന്നിവർ രാവിലെ ചർച്ച നടത്തി ഭാരവാഹികളുടെ കാര്യത്തിൽ ധാരണയിലെത്തും.
തുടർന്ന് മുല്ലപ്പള്ളിയും ചെന്നിത്തലയും AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്കുമായി കൂടിക്കാഴ്ച നടത്തി ഭാരവാഹികളെ അന്തിമമായി തീരുമാനിക്കും. രാഹുൽ ഗാന്ധിയുടെ അംഗീകാരത്തോടെ ജനറൽ സെക്രട്ടറിമാരെയും പ്രഖ്യാപിക്കും. ഈ ആഴ്ചത്തോടെ പ്രഖ്യാപനമുണ്ടാവും. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഗുജറാത്ത് വ്യാജ ഏറ്റുമുട്ടലിലെ 22 കൊലപാതകങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ സുപ്രീംകോടതി ഇന്ന് വാദം കേൾക്കും. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയി അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. ജസ്റ്റിസുമാരായ എൽ നാഗേശ്വര റാവു, സഞ്ജയ് കിഷൻ കൌൾ എന്നിവരാണ് ബെഞ്ചിലെ മറ്റംഗങ്ങൾ. കേസിൽ വിശദമായി വാദം കേൾക്കണമെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് നേരത്തെ നിരീക്ഷിച്ചിരുന്നു. നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കെ നടന്ന വ്യാജ ഏറ്റുമുട്ടലിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കവി ജാവേദ് അക്തർ, മാധ്യമപ്രവർത്തകൻ BG വർഗീസ് എന്നിവരാണ് സുപ്രീംകോടതിയിൽ ഹർജി നൽകിയിരുന്നത്. ഗുജറാത്ത് കലാപക്കേസിൽ നരേന്ദ്രമോദിക്ക് ക്ലീൻ ചിറ്റ് നൽകിയതിനെതിരെ സാക്കിയ ജാഫ്രി നൽകിയ മറ്റൊരു ഹർജി ഇപ്പോൾ സുപ്രീംകോടതിയുടെ പരിഗണനയിലുണ്ട്. സർക്കാരിനെയും ദേവസ്വം ബോർഡിനും മറുപടിയുമായി തന്ത്രി കുടുംബം. ശബരിമലയിലെ താന്ത്രികാവകാശം തന്നത് പരശുരാമനാണെന്നും ക്ഷേത്രാചാരങ്ങളിൽ അന്തിമവാക്ക് തന്ത്രിയുടേതാണെന്നും താഴമൺ മഠം. ദേവസ്വം ബോർഡിൽ നിന്ന് ശമ്പളം അല്ല, മറിച്ച് കാണിക്കയാണ് സ്വീകരിക്കുന്നതെന്നും മഠം. നടയടച്ചിട്ടതിൽ വിശദീകരണം ചോദിച്ചതിന് പിന്നാലെയാണ് തന്ത്രി കുടുംബം പത്രക്കുറിപ്പിലൂടെ സർക്കാരിന് മറുപടി നൽകിയിരിക്കുന്നത്. തന്ത്രിയുടെ വാദങ്ങൾ തള്ളി മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും രംഗത്തെത്തി. ശബരിമലയിലെ താന്ത്രികാവകാശത്തിന് മുകളിൽ തങ്ങളല്ലാതെ മറ്റൊന്നുമില്ലെന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കുന്നതാണ് താഴവൺ കുടുംബത്തിന്റെ അവകാശവാദം. കുടുംബം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് ദേവസ്വം ബോർഡിന്റെ വാദങ്ങളെ നിരാകരിക്കുന്നത്. കുടുംബത്തിന്റെ അവകാശവാദങ്ങൾ ഇപ്രകാരമാണ്. BC 100 ശബരിമലയിലെ താന്ത്രികാവകാശം പരശുരാമ മഹർഷിയിൽ നിന്നും താഴവൺ മഠത്തിന് ലഭിക്കുന്നത്. ഓരോ ക്ഷേത്രങ്ങളിലുമുള്ള പ്രത്യേക നിയമങ്ങൾ അതാത് ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠാ സങ്കല്പങ്ങൾക്ക് അനുസൃതമായിട്ടാണ്. അതിനാൽ ആചാരാനുഷ്ഠാനങ്ങളിലെ അവസാന വാക്ക് തന്ത്രിയാണ്. ഈ പരമാധികാരത്തെ സ്ഥാപിക്കുന്ന നിരവധി സുപ്രീം കോടതി വിധികളും നിലവിലുണ്ട്. അതിനാൽ തന്ത്രിയുടെ അവകാശവാദത്തെ ചോദ്യം ചെയ്യാൻ സർക്കാരിനോ ദേവസ്വം ബോർഡിനോ അവകാശമില്ല. പൂജ ചെയ്യുന്നതിന് ദേവസ്വം ബോർഡിൽ നിന്നും ശമ്പളമല്ല, മറിച്ച് ദക്ഷിണ മാത്രമാണ് തന്ത്രിമാർ സ്വീകരിക്കുന്നതെന്നും താഴമൺ മഠം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. എന്നാൽ തന്ത്രിയുടേത് വിചിത്രവാദമാണെന്നും മുമ്പും തന്ത്രിമാരെ മാറ്റിയ ചരിത്രം ദേവസ്വം ബോർഡിനുണ്ടെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. ആ കുടുംബത്തിന് തന്നെ നേരത്തെ ഒരു അനുഭവമുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു തന്ത്രിയെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അന്നത്തെ ദേവസ്വം ബോർഡ് കമ്മീഷണർ 2016 നൽകിയ ഒരു ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു തന്ത്രിക്ക് മാറി നിൽക്കേണ്ടി വന്നത്. അദ്ദേഹമാകട്ടെ ആ നടപടിക്കെതിരായിട്ട് ഹൈക്കോടതിയെ 2 ഘട്ടങ്ങളിൽ സമീപിക്കുകയുണ്ടായി. 2 ഘട്ടങ്ങളിലും ഹൈക്കോടതി ദേവസ്വം ബോർഡിൻ്റെ നിലപാടിനെ ശരിവയ്ക്കാനുണ്ടായത്. പിന്നീട് അദ്ദേഹം സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതിയും ദേവസ്വം ബോർഡിൻ്റെ നിലപാടിനെ ശരിവയ്ക്കാനുണ്ടായത്. ദേവസ്വം ബോർഡിൻ്റെ നിയമം തെറ്റിച്ച് പ്രവർത്തിച്ചാൽ അവരുടെ പേരിൽ നടപടി സ്വീകരിക്കാൻ ദേവസ്വം ബോർഡിന് അധികാരമുണ്ടെന്ന് മുൻ അനുഭവങ്ങളിൽ നിന്ന് വ്യക്തമായിട്ടുള്ള ഒരു കുടുംബം എങ്ങനെയാണ് ഇത്തരം ഒരു വാദഗതിയുമായിട്ട് മുന്നോട്ട് വന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സ്ത്രീകൾ കയറിയതിന് പിന്നാലെ നടയടച്ചിട്ട ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരോട് ദേവസ്വം ബോർഡ് വിശദീകരണം ചോദിച്ചതിന് പിന്നാലെയാണ് സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ട് തന്ത്രി കുടുംബം രംഗത്തെത്തിയിരിക്കുന്നതെന്നത് ശ്രദ്ധേയമാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പ്രളയാനന്തര കേരള പുനർനിർമ്മാണത്തിന് ഊന്നലുമായി സംസ്ഥാന ബജറ്റ്. കേരള പുനഃസൃഷ്ടിക്കായി 15 മുതൽ 20 വരെ പദ്ധതികൾ ബജറ്റിൽ പ്രഖ്യാപിക്കുമെന്ന് ധനമന്ത്രി തോമസ് ഐസക് പീപ്പിൾ ടിവിയോട് പറഞ്ഞു. പ്രധാന മേഖലകളിൽ നികുതി ഉയർത്താതെയും സാധാരണക്കാരന്റെ ആനുകൂല്യങ്ങൾ നിലനിർത്തുന്നതുമാകും ബജറ്റ്. GST വരുമാനം ഉയരുമെന്നതാണ് പ്രതീക്ഷ. നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള നടപടികളും ബജറ്റിൽ ഉണ്ടാകുമെന്ന് ധനമന്ത്രി വ്യക്തമാക്കി. പ്രളയം വിതച്ച ദുരന്തത്തിന്റെ അലയൊഴികൾ മാറും മുൻപും വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ സംസ്ഥാനം അഭിമുഖീകരിക്കുന്ന ഘട്ടത്തിലുമാണ് 2019-2020 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ കേരള പുനർനിർമ്മാണത്തിനാണ് ഇത്തവണ ബജറ്റിൽ ഊന്നലെന്ന് ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് പീപ്പിൾ ടിവിയോട് പറഞ്ഞു. ആ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ടുള്ള നൂതന പരിപാടികളുണ്ടാവും. നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഭാവിയെ, സമീപകാല ഭാവിയെ മാറ്റിമറിക്കാൻ പോകുന്ന ഏതാനും ഒരു 15-20 പദ്ധതികൾ പ്രഖ്യാപിക്കാൻ പറ്റണമെന്നാണ് കരുതുന്നത്. തീരദേശ പുനരധിവാസം ഉൾപ്പെടെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികളും പദ്ധതികളിൽ ഉൾക്കൊള്ളും. ആരോഗ്യം, വിദ്യാഭ്യാസം എന്നിവയ്ക്ക് പരിഗണനയുണ്ടാകും. ഭൂമി, പെട്രോൾ, മദ്യം എന്നിവയിൽ നികുതി വർധനവ് ഉണ്ടാകില്ല. പെൻഷൻ ഉൾപ്പെടെ പാവങ്ങൾക്ക് നൽകുന്ന പദ്ധതികളോടും അനുകൂല നിലപാടാകും ബജറ്റിന്. 1500 രൂപയാക്കും പെൻഷൻ എന്ന് പറഞ്ഞ് കയറി കഴിഞ്ഞിട്ട് പിന്നെ അവസാന
വർഷത്തേക്ക് കാത്തുക്കളല്ല, അത് ചിട്ടയായിട്ട് വർദ്ധിപ്പിച്ച് തന്നെ കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇങ്ങനെയുള്ള സേവനങ്ങൾ അത് ഉറച്ച രീതിയിൽ നൽകാൻ, നല്ല രീതിയിൽ നൽകാൻ വേണ്ടി മുൻഗണന നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ സർക്കാരിൻ്റെ മുൻഗണന പാവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. 1% പ്രളയ സെസ് ജനങ്ങൾക്ക് ഭാരമാകില്ല. എന്നാൽ ചരക്ക് സേവന നികുതിയുടെ നിരക്കുമാറ്റം കോടികളുടെ നഷ്ടമാണ് സംസ്ഥാനത്തിനുണ്ടാക്കുന്നത്. സംസ്ഥാനത്തിന്റെ ചെലവുകൾ 16% കൂടുമ്പോൾ വരുമാനം 10% മാത്രം വർദ്ധിക്കുന്നത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. അതേസമയം GST വരുമാനം വർദ്ധിക്കുമെന്നതാണ് സംസ്ഥാനത്തിന്റെ പ്രതീക്ഷ. സർക്കാരിന്റെ ചെലവുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തും. ഒപ്പം നികുതി ചോർച്ച തടയാനും നികുതി കുടിശ്ശിക പിരിക്കൽ ഊർജിതമാക്കാനും നടപടികളുണ്ടാകും. സംസ്ഥാനത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ച നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള നടപടികളും ബജറ്റ് വിഭാവനം ചെയ്യുന്നു. ബിച്ചു പൂവച്ചലിനൊപ്പം S. ഷീജ, തിരുവനന്തപുരം.